നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാൻ നോക്കട്ടെ, പത്രം തന്നെ. ഇത് ഞാൻ എന്റെ ആന്റിക്ക് വേണ്ടി വാങ്ങിച്ചതാ. അത് ഞാൻ എന്റെ ആന്റിയുടെ കയ്യിലേക്ക് കൊടുക്കൂ. ആന്റി അല്ല അളിയ, പത്രം ഇവിടെ അളിയ, എനിക്ക് തരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അളിയ. ഈ വീടിന്റെ 2 കിലോമീറ്റർ ചുറ്റളവിൽ പത്രമില്ലാന്ന് മണി പറഞ്ഞിട്ട് ഞാൻ 3 കിലോമീറ്റർ മോർണിംഗ് വാക്കിന് പോയപ്പോ നടന്നിട്ടാ ഈ പത്രം ഒപ്പിച്ചത്. പത്രം എല്ലാവർക്കും വായിക്കാനല്ലേ വിജയ്, നീ അതങ്ങ് കൊടുക്ക്. പറ്റില്ല, പറ്റില്ല എന്ന് പറഞ്ഞാ പറ്റില്ല, പറ്റില്ല. പത്രം താളിയാ ആന്റി. ആളിയെ അങ്ങനെ വായിക്കണ്ട. ഞാൻ കൊണ്ടുവന്ന പത്രം ഞാനേ ആദ്യം വായിക്കൂ. പറഞ്ഞത് സ്വർണത്തിന് വില കൂടി, കാർഷിക വിളകൾക്ക് താങ്ങുവില നിശ്ചയിച്ചു. രജിസ്റ്റർ ഓഫീസിലെ അറിവുകൾ. ചെറിയ അക്ഷരം വായിക്കാൻ കണ്ണാടി വേണമല്ലോ, കണ്ണ് കാണുന്നില്ല. ഇങ്ങ് തന്നെ അളിയാ. അങ്ങനെ ഇപ്പൊ നോക്കണ്ട. നമ്മുടെ നാട്ടിലെ ആരെങ്കിലും നമ്മളറിയാതെ കള്ളത്തരം നടത്തുകയാണെങ്കിൽ ഇതീ നോക്കി കണ്ടുപിടിക്കാമല്ലോ. എന്റെ CID ബുദ്ധിയിൽ ഞാൻ ഇങ്ങനെ എത്ര എണ്ണം കണ്ടുപിടിച്ചിട്ടുണ്ടെന്നറിയോ? കണ്ടുപിടിച്ച് ഞാനത് കുളമാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് അളിയാ പത്രം ഇങ്ങ് തരാൻ. അത് ആന്റിക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചതാണ്. അളിയ കുറച്ച് മാന്യമായിട്ടൊക്കെ പെരുമാറണം കേട്ടോ. എന്താ വിജയ്? അതെ, പത്രം വായിച്ചില്ലെങ്കിൽ ആന്റിക്ക് ഒരു സ്വസ്ഥത ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടേ ഞാൻ കുറച്ച് ദൂരെ പോയി പത്രം മേടിച്ചോണ്ട് വന്നു. അച്ചോടാ, കാലങ്ങളായിട്ടുള്ള ശീലമൊന്നും എനിക്ക് അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല. ആന്റി, ഇതുപോലുള്ള എമർജൻസി കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ഞാനൊരു സന്നദ്ധ പഠന പോലെ ഇങ്ങനെ നിൽക്കുകയല്ലേ. വിജയ്, എന്തായാലും പത്രം വാങ്ങിച്ചപ്പോ ഇംഗ്ലീഷ് പത്രം കൂടി വാങ്ങിക്കായിരുന്നില്ലേ അല്ലേ? എന്റെ അങ്കളെ, ഇത് മേടിച്ച തന്നെ ഒരു ചായക്കടയെന്നാ. അവിടെയാണെങ്കിൽ 4 പരിപ്പ് വടയും ഒരു പത്രവും മാത്രമേ ഉള്ളൂ. ഇംഗ്ലീഷ് പത്രം എന്നൊക്കെ കേട്ടാല് അയാള് കട കൂട്ടി വീട്ടിൽ പോവും. എന്റെ അങ്കിളെ, ഇത് തന്നെ ഒപ്പിക്കാൻ പറ്റ പാടെനിക്കറിയാം. അളയാ, ഇത്ര പെട്ടെന്ന് വായിച്ചു തീർന്ന? അതെ, ഈ അക്ഷരാഭ്യാസം ഉണ്ടെങ്കിലേ പെട്ടെന്ന് വായിച്ചു തരുവല്ല. ആളിനെ ചിലപ്പോ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പോട്ടെ. ആന്റി, ആന്റി അത് കേട്ടില്ലേ? അക്ഷരാഭ്യാസം ഇല്ലാത്തവനെന്ന് പറഞ്ഞ് എന്നെ കളിയാക്കിയത്. ഓ, ഒരു പത്രം വായിക്കാൻ പോലും സ്വസ്ഥതയില്ല ഈ വീട്ടിൽ. ആന്റി, ആന്റി വായിച്ചോ? സ്വസ്ഥമായിട്ട് വായിച്ചോ? അല്ലെങ്കിലും കാര്യം നടത്താൻ മാത്രമല്ലേ എന്റെ ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞാലേ ഞാൻ വെറും വേസ്റ്റാ. ഇന്ദ്രജയായിട്ടുള്ള കല്യാണം തന്നെ അങ്ങനെ ആയിരുന്നല്ലോ. ഞാൻ വേസ്റ്റാ, എനിക്കറിയാം, ഞാൻ വേസ്റ്റാ. ഇങ്ങനെ കുറെ എണ്ണം. ഇരിക്കൂ. സാർ, ഞങ്ങള് വന്ന കാര്യം അറിയാലോ. യെസ്.
പത്രത്തിൽ ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിനാരും എതിർപ്പ് പറഞ്ഞില്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ വിവാഹം രജിസ്റ്റർ ചെയ്യാം. പിന്നെ സാർ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. എന്നാ ചോദിക്കൂ. സാർ, ഈ നോർമലി രജിസ്റ്റർ മാരേജ് ചെയ്യുമ്പോൾ പത്രത്തിൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്ന രീതി ഉണ്ടോ? വേറൊന്നും കൊണ്ടല്ല സാർ, ഞങ്ങൾക്ക് ഇതത്ര പരിചയമില്ല. രജിസ്റ്റർ മാരേജിനെ കുറിച്ച് സാധാരണ ആർക്കും മുൻപരിചയം ഉണ്ടാവാറില്ല. സി മിസ്റ്റർ സൂര്യ, ഇതിലെ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ നന്ദിനി ആൾറെഡി നിങ്ങളുടെ ഭാര്യയാണ്. ഇറ്റ്സ് എ ഫാക്ട്. പക്ഷെ വിവാഹം രജിസ്റ്റർ ചെയ്ത ഘട്ടം വരുമ്പോൾ അവർ നിയമപരമായി നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗമാവുകയാണ്. നിങ്ങളുടെ കുടുംബത്തിന് ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങളുണ്ടല്ലോ. നിയമപരമായി നിങ്ങളുടെ ഭാര്യ ആകുക എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനങ്ങളുടെയൊക്കെ ഉടമസ്ഥാവകാശം കൂടി ആ പെൺകുട്ടിക്ക് വരും. സോ വലിയ വലിയ കുടുംബങ്ങളിൽ ഇത്തരം വിവാഹം നടക്കുമ്പോൾ ഡിസ്പ്യൂട്ട്സ് ഉണ്ടാവാറുണ്ട്. സ്ഥിരമായി അങ്ങനെ ചിലത് സംഭവിക്കുമ്പോൾ രജിസ്ട്രാർ ഓഫീസിൽ നിന്നും അങ്ങനെ ഒരു തീരുമാനം വന്നു. ആക്ച്വലി അതാണ് സംഭവം. പിന്നെ പണ്ടത്തെ പോലെ അല്ലല്ലോ. ഒരു കേസൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ രജിസ്ട്രാർക്ക് പിന്നെ കോടതി കയറി ഇറങ്ങാനേ സമയം ഉണ്ടാവാറുള്ളൂ. പെൺകുട്ടി നിങ്ങളുടെ വീട്ടിൽ തന്നെ ജീവിക്കുകയാണ്. അതിന്റെ അർത്ഥം നിങ്ങളുടെ കുടുംബത്തിന് ഈ കാര്യത്തിൽ എതിർപ്പില്ലെന്നാണ്. സോ ഇക്കാര്യത്തിൽ മറ്റു പ്രശ്നങ്ങളൊന്നും വരില്ല. അല്ല സാർ, കുടുംബത്തിൽ നിന്ന് തന്നെ ആരെങ്കിലും എതിർപ്പായിട്ട് വന്നാ അത് പ്രശ്നമാ. എന്താ അങ്ങനെ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഇല്ല സർ, അവരെല്ലാം ഇത് നല്ലെന്ന് ചിന്തിക്കുന്നവർ തന്നെയാ. ഇവൻ ചുമ്മാ ചോദിച്ചതാ. എന്തായാലും വിവാഹത്തിന് ഒരുങ്ങിക്കോളൂ. എന്റെ കണക്കുകൂട്ടലിൽ ഇതൊരു നോർമൽ പ്രൊസീജിയറിൽ നടന്നു പോകാവുന്നതേ ഉള്ളൂ. ഞാനിന്ന് രജിസ്റ്റർ ഓഫീസിൽ പോകുന്നുണ്ട്. രജിസ്റ്റർ ഒന്ന് കണ്ട് ഡേറ്റ് കൺഫേം ചെയ്തിട്ട് ഞാൻ നേരെ സൂര്യയുടെ ഓഫീസിലേക്ക് വരാം. ഓക്കെ? താങ്ക് യു സർ. സാർ, ഇതൊന്ന് കഴിയുന്നതുവരെ സാർ പൂർണ്ണമായിട്ട് ഞങ്ങളോട് നിൽക്കണം. സൂര്യ കോൺഫിഡന്റ് ആണ്. ഇദ്ദേഹത്തിന് എന്താ പ്രശ്നമുണ്ടല്ലോ? ഇവൻ പൊതുവെ എങ്ങനെയാണ് സർ, സംശയങ്ങൾ ചോദിച്ചാൽ തീരില്ല. എങ്കിൽ പിന്നെ ഞങ്ങൾ ഇറങ്ങണ്ട സർ. ഓക്കെ, കാണാം നമുക്ക്. ശരി സാർ. ശരി ശരി. ഇതെന്തോ താൻ ചെയ്തുകൊണ്ടിരിക്കുന്നേ? അലക്കാനുള്ള ഡ്രസ്സുകളാ സർ, വാഷിംഗ് മെഷീനിലിടാൻ. എടോ, ഇപ്പൊ സമയം എത്രയായി? ഞാൻ നോക്കിയില്ല സർ. ഇവിടെ സമയം രാത്രി ഒരുപാടായി. താനേ വെളുപ്പിനെ മുതൽ ജോലി എടുത്ത് തുടങ്ങിയതല്ലേ? ഇത്രയും നേരമായിട്ട് താൻ പണിയെടുത്ത് തീർന്നില്ലേ? താൻ എന്തിനെങ്കിലും മുഴുവൻ നേരം ജോലി ചെയ്യുന്നേ? ഈ ജോലിക്ക് ആരെങ്കിലും ചെയ്യും.